നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ആദ്യമേ തന്നെ ഒരു പകുതി കള്ളം പറയുകയും പിന്നെ അവർ തന്നെ സ്വയം ആ കള്ളം പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും ആ കള്ളം സ്വയം പൊളിക്കാൻ തയ്യാറാവുകയും ചെയ്തതിനാണ് എൻ്റെ അഭിനന്ദനങ്ങൾ. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ചാനൽ ഇതുപോലെ തന്നെ നിലനിൽക്കണം, കുറേ കൂടി വളരണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ആ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടിട്ട് ഏതെങ്കിലും വീഡിയോകൾ കുറേ കൂടി നേരത്തെ കാണാം എന്നുള്ളതല്ലാതെ മറ്റു വലിയ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലെവൽ 1-ന് 179 രൂപയാണ്, രണ്ടാമത്തെ ലെവലിന് 359 രൂപയാണ്. അതൊക്കെ അടച്ചുകൊണ്ട് ആ മെമ്പർഷിപ്പ് എടുക്കാം. ചില ആളുകൾ നമ്മുടെ താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതിങ്ങനെ മന്ത്ലി ഉള്ള ഒരു സ്കീം ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടോ നിങ്ങളെ സഹായിക്കാനെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ പേ നമ്പർ കൂടി താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി, ഇല്ലാത്തവർ ഉറപ്പായിട്ട് വീഡിയോ കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു വന്നത് വീണ ജോർജിനെ കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാം അറിയാം, വീണ ജോർജ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുകയും ആ റെയിൽവേ സ്റ്റേഷനിൽ വീണ ജോർജിനെതിരെ ഒരു കരിങ്കൊടി പ്രകടനം നടത്താൻ വേണ്ടി ഏതാനും 4-5 ചെറുപ്പക്കാർ അവിടെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അത് വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാര്യമായി തീരുകയും വീണ ജോർജിൻ്റെ കഴുത്തിന് പുറകിൽ അടിയേറ്റുവെന്നും അവർക്ക് കഴുത്തിന് വയ്യാതായി എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രംഗമൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് അവിടെ NM ഷംസീറൊക്കെ തന്നെ ഉണ്ടാവുകയും പിന്നീട് ഇവരെ താലൂക്ക് ഹോസ്പിറ്റലിൽ മന്ത്രി അവിടെ തന്നെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ, കണ്ണൂർ തന്നെ ഉണ്ടായിരുന്ന പിണറായി വിജയനൊക്കെ വന്ന് സന്ദർശിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കന്ന് വയ്യാതെ ആയിപ്പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അവർക്ക് വയ്യാതായിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞു പോലും അവർ മറ്റു പല ചാനലുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ അവർ കൃത്യവും ക്ലാരിറ്റിയോടും കൂടി ഒരു കാര്യം പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഗഡ്മാനും അവരുടെ കൂടെ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ ഭാഗമായിട്ട് ആ കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുള്ള കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ആ കരിങ്കൊടി പ്രകടനം അവിടെ നടത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു റെയിൽവേ സ്റ്റേഷന് പോണ വഴിക്കൊക്കെ കരിങ്കൊടി കാണിക്കാം, അല്ലാതെ എയർപോർട്ടിനകത്ത് റെയിൽവേ സ്റ്റേഷനകത്തൊന്നും പോയി കരിങ്കൊടി കാണിക്കേണ്ട അത്ര വലിയ പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവിടെ ചാനലുകൾക്കൊക്കെ തന്നെ കൂടി നിന്നപ്പോൾ തന്നെ വീണ ജോർജിന് മനസ്സിലായി അവിടെ ഒരു പ്രകടനം നടത്താൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പക്ഷെ അവരും കുപിതയാകുകയും അവർ ഇവരുടെ പുറകെ ആക്രോശിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ കണ്ടു. അത് അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്തതാണ്. അവരൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, അവർ വളരെ സംയമനത്തോടുകൂടി കാര്യങ്ങൾ കണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ ജോർജ് തന്നെ ആ പരാതിയിൽ പുറത്ത് ചില ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ജയിലിൽ കിടക്കുകയും ജയിലിൽ നിന്ന് പിന്നീട് അവർക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് പോരേണ്ടി വരികയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ഇപ്പോൾ വീണ ജോർജ് വന്ന് അവിടെ ഒരു മൊഴി കൊടുത്തിരിക്കുന്നു. ആ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഉന്തും തള്ളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വീണ ജോർജിൻ്റെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് വീണ ജോർജ് കൊടുത്തേക്കുള്ള ഒരു മൊഴിയിൽ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെ തെറ്റാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കൊരു സഹതാപം ഉണ്ടാവുകയും അത് രാഷ്ട്രീയത്തിൽ വലിയ മൈലേജ് കിട്ടുകയും ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനുവേണ്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്വന്തം അംഗരക്ഷയുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി പെട്ടെന്ന് പ്രൊവോക്കേഷനിൽ കൊടുത്താണെങ്കിൽ പോലും അവരെ അത്രയും ദിവസം ജയിലിൽ കിടക്കുന്നവരെ താങ്കൾ മൗനിയായിട്ട് ഇരിക്കേണ്ടിയിരുന്നില്ല വീണ ജോർജ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, താങ്കളെ വിശ്വസിച്ച് ഇത്തരത്തിലുള്ള നിരവധി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പോരാടിയിട്ടുള്ള CPM-ൻ്റെ അണികളെ പോലും വഞ്ചിക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഈ പരാതിയിൽ അവർക്ക് വേണമെങ്കിൽ തുടർന്ന് കൊണ്ടുപോകാമായിരുന്നു. തെറ്റായ ഒരു കാര്യമാണ് ചെയ്തത്, ആ തെറ്റിനെ തന്നെ മുറുകെ പിടിക്കാമായിരുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു വാദം മുന്നോട്ട് വെച്ചാൽ ഇനി എത്ര തെറ്റാണെന്ന് തോന്നിയാലും അവരത് പിൻവലിക്കുകയോ മാറ്റി പറയുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ എന്താണെങ്കിലും വീണ ജോർജ് തന്നെ അത് മാറ്റി പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും, തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ആ മൊഴി കൊടുത്തില്ല. മൊഴി കൂടി കൊടുത്തിരുന്നെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാക്കിയാൽ. കാരണം അവരോട് മത്സരിക്കാൻ ആറന്മുളയിൽ ചെന്നിട്ടുള്ളത് എബിൻ വർക്കിയാണ്. അപ്പോൾ എബിൻ വർക്കി വളരെ ഉശിരുള്ള ഒരു പോരാളിയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡാമേജ് ഉണ്ടാകും എന്ന് വിചാരിച്ച് അവർ ചെയ്തില്ല. പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ പക്ഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് പാറ്റി പറയുകയും എനിക്കങ്ങനെ ഒരു അടി കിട്ടി എന്നുള്ള കാര്യത്തിൽ നിന്ന് അവർ
പിൻവാങ്ങുകയും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ തെറ്റാണ് എന്നുള്ളത് ഞാൻ മറച്ചു വെക്കുന്നില്ല, പക്ഷെ തെറ്റ് തിരുത്തിയതിന് ഇപ്പോഴെങ്കിലും നന്ദി.